1997 ജഗദീഷ്, പ്രേംകുമാർ എന്നിവരെ നായകന്മാരാക്കി വിജി തമ്പി സംവിധാനം ചെയ്ത ചിത്രമാണ് കിള്ളിക്കുറിശ്ശിയിലെ കുടുംബമേള. ബോളിവുഡ് ഡെന്നീസ് കഥയും തിരക്കഥയും എഴുതിയ ഈ ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാർ, നരേന്ദ്ര പ്രസാദ്, ജനാർദ്ദനൻ, ബിന്ദുജ മേനോൻ, മീന, ഷമ്മി തിലകൻ, ചാർമിള എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. 1997 പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു ഫാമിലി എന്റർടൈനർ ആയിരുന്നു. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ ചിത്രീകരിച്ച ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന മുണ്ടക്കയം, കൂട്ടിക്കൽ, വേലനിലം എന്നീ പ്രദേശങ്ങളിലാണ് ചിത്രത്തിന്റെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിട്ടുള്ളത്. റബ്ബർ കൃഷിയുടെ മേഖലയായ ഈ പ്രദേശങ്ങളിലെ റബ്ബർ എസ്റ്റേറ്റുകൾ ചിത്രത്തിലെ പല പ്രധാന സീനുകളിലും കാണാൻ കഴിയും. ചിത്രത്തിൽ സണ്ണിച്ചന്റെ വീടായി കാണിക്കുന്ന വീടാണ് ഈ കാണുന്നത്. കൂട്ടിക്കൽ ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലായി ഇരുന്നക്കുറ്റി എന്ന സ്ഥലത്താണ് ഈ കാണുന്ന ഇരുന്നക്കുറ്റി ബംഗ്ലാവ്. ചിത്രത്തിലെ പല പ്രധാന ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് ഈ വീട്ടിൽ വെച്ചാണ്. ഈ ചിത്രം മാത്രമല്ല, മറ്റു പല മലയാള സിനിമകളും ഈ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ വീടിന്റെ ഈ വശത്ത് വെച്ചിട്ടാണ്. ജീപ്പ് കയറി വരുന്ന രംഗവും ജഗദീശും പ്രേംകുമാറും സംസാരിച്ചു നിൽക്കുന്ന കോമ്പിനേഷൻ രംഗവും എല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് വീടിന്റെ മുൻവശത്തുള്ള ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രണയരംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന റബ്ബർ തോട്ടമെല്ലാം കൂട്ടിക്കൽ ഇരുന്നക്കുറ്റി റബ്ബർ എസ്റ്റേറ്റ് ആണ്. ചിത്രത്തിൽ ഫോറസ്റ്റ് ഓഫീസായി കാണിച്ചിരിക്കുന്ന ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ഇതാണ്. ജഗദീശും പ്രേംകുമാറും നരേന്ദ്രപ്രസാദും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കോമ്പിനേഷൻ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ്. ഇത് ഇവിടുത്തെ എസ്റ്റേറ്റ് ഓഫീസാണ്. ഈ എസ്റ്റേറ്റ് ഓഫീസാണ് ചിത്രത്തിൽ ഫോറസ്റ്റ് ഓഫീസായി ചിത്രീകരിച്ചിരിക്കുന്നത്.
ചിത്രത്തിൽ പ്രേംകുമാറും നായികയും നടന്നു വരുന്ന ഈ തൂക്കുപാലം പുല്ലകിയാറിന് കുറുകെ കോട്ടയം ജില്ലയെയും ഇടുക്കി ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ്. മുണ്ടക്കയം എന്തയാർ റൂട്ടിൽ വേലനിലത്താണ് ഈ പാലം ഉണ്ടായിരുന്നത്. 2021 ഒക്ടോബറിൽ കൂട്ടിക്കലിൽ ഒരു ഉരുൾപൊട്ടിയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും ഈ പാലം തകർന്നുപോയി. ഇപ്പോൾ ഇവിടെ ഈ പാലമില്ല. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.